ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. ഇന്ന് ഹാപ്പി ഫേസിൽ അത്ര സന്തോഷമുള്ളൊരു വീഡിയോ അല്ല. ഞാൻ ഈ കണ്ണാടൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നത് സ്റ്റൈല് കാണിക്കാനല്ല, കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. നല്ല വിഷമമുള്ളൊരു ദിവസമാണ് ഇന്ന്. അതായത് നമ്മുടെ പാണ്ടയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. മേജറെന്ന് പറയാനില്ല, പക്ഷേ ഒരു മൈനർ ആക്സിഡൻറ്റ്, ചെറിയൊരു ഞളക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഭാഗം അങ്ങോട്ട് പോയി അതിൻ്റെ ഉള്ളിലേക്ക്. അതേപോലെ നമ്മുടെ സ്കേർട്ടിങ്ങിന് ഇവിടെ ചെറിയൊരു പ്രശ്നം. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് സേവ് ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. കണ്ടോ, ഈ ഒരു സൈഡ്. ഇനി ബാക്കിൽ ഫ്ലാപ്പ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കുണ്ട്. അതൊക്കെ ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇതിലിപ്പോൾ എന്തെന്നാ പറയുക, നല്ല വിഷമമായിട്ടിരിക്കുക. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കരച്ചിൽ വരും. ഞാൻ അങ്ങനെ വണ്ടി നോക്കുന്ന ഒരാളാണ്. അതായത് ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ കൂടി എനിക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനോ അത് ഭയങ്കര വിഷമമാവും. ചെറിയ സ്ക്രാച്ച് വന്നാലടക്കം ഞാൻ വേഗം അത് പെയിൻ്റ് അടിക്കാനായാലും അത് പോളിഷ് ചെയ്യാനായാലും കാര്യങ്ങൾക്കൊക്കെ കൊണ്ട് നടക്കും. ഇതങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഷാർജയിൽ വെച്ചിട്ട് ഞാനൊരു മീറ്റിങ്ങിനായിട്ട് അബുദാബിക്ക് വേണ്ടി വരികയായിരുന്നു. ഇവിടെ എത്തി. എന്തായാലും അവിടെ ആക്സിഡൻറ്റ് പറ്റി. ഞാൻ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് അന്നേരം അങ്ങനത്തെ ഒരു മൂഡൊന്നും അല്ലായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ 2.5 hours ഡ്രൈവ് ചെയ്ത് വരാണ്ട്. അപ്പോൾ വരുന്ന വഴി മുഴുവൻ മിണ്ടാതിരുന്നിട്ട് വന്നു. ഭയങ്കര വിഷമമാന്നേ. അത് വണ്ടി ഇഷ്ടപ്പെടുന്നവർക്കും വണ്ടിയെ സ്നേഹിക്കുന്നവർക്കും മനസ്സിലാവും ഇങ്ങനെ ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഫീൽ എന്നുള്ളത്. അങ്ങനെ ഷാർജയിൽ വെച്ച് സംഭവിച്ചു. നേരെ പിന്നെ അവിടുന്ന് മീറ്റിംഗ് ലേറ്റ് ആകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നേരെ മീറ്റിങ്ങിന് വന്നു. അപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഷാർജയിൽ ഞങ്ങൾക്ക് ഒരു റൗണ്ട് അബൌട്ട് വന്നു. ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് ആണ് എനിക്ക് പോകേണ്ടത്. ആ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റൈറ്റാണ് എനിക്ക് എടുക്കേണ്ടത്. ഈ റൗണ്ട് അബൌട്ടിന് തന്നെ ഓപ്പോസിറ്റ് നമ്മുടെ റൈറ്റ് ഡയറക്ഷനിൽ വരുന്ന ഒരു ഫ്രീ റൈറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എന്തുണ്ടായെന്ന് വെച്ചാൽ റൗണ്ട് അബൌട്ടിന് സ്ട്രെയിറ്റ് പോയി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് റൈറ്റിലേക്ക് നേരെ തിരിച്ചു. ഫ്രീ റൈറ്റിൽ നിന്ന് വേറൊരു ടൊയോട്ടയുടെ ഒരു വണ്ടിയും കൂടി വരുന്നുണ്ടായിരുന്നു. ഒരു ഇന്നോവ പോലത്തെ ഒരു ഇന്നോവ. ഐ തിങ്ക് ഇന്നോവ. അത് നേരെ വന്നു. ഞാൻ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയലും അവിടുന്ന് ആളുടെ ഫ്രീ റൈറ്റിൽ നിന്ന് നേരെ വന്നിട്ട് എൻ്റെ ബാക്ക് ബമ്പറും ഇടിച്ചു. എന്തെന്നാ പറയുക, ഞാൻ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഞാനും ചിന്തിച്ചു, കർത്താവേ അന്നേരം നമുക്ക് നേരെ പോയാൽ മതിയായിരുന്നു. നമ്മളെന്തിനാ കഷ്ടപ്പെട്ടിട്ട് ഈ ഡെഡ് റൈറ്റ് എടുത്തത്? സംഭവം എൻ്റെ ഭാഗത്ത് ശരി തന്നെയാണ്. ഞാൻ റൈറ്റ് എടുക്കാൻ എനിക്ക് ഓക്കെയാണ്, ഇഷ്യൂ ഉള്ളതല്ല. ബട്ട് അന്നേരം അത്ര റിസ്ക് എടുക്കേണ്ടിയിരുന്നില്ല എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വിചാരിച്ചിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. അതായത് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ UAE ചെയ്യേണ്ടത്, അതായത് ഇവിടെ നാട്ടിലുള്ള സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എന്ത് ആക്സിഡൻറ്റ് UAE സംഭവിച്ചാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേഗം വണ്ടി സൈഡാക്കുക. ട്രാഫിക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, മൈനർ ആക്സിഡൻറ്റ്സ് ആണ്, വലിയ ഇഷ്യൂകളൊന്നുമില്ല, നമുക്ക് കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വേഗം വണ്ടി സേഫ് സൈഡാക്കിയിട്ട് നിർത്തുക. അതായത് ട്രാഫിക്കിന് കൂടുതൽ ഫർദർ ഇഷ്യൂസ് ആവാത്ത രീതിയിൽ. അതിനുശേഷം നമ്മൾ ഇവിടെ പോലീസ് എന്ന് പറഞ്ഞ ആക്സിഡൻറ്റ് റിപ്പോർട്ടിങ് ഒരു സെക്ഷൻ ഉണ്ട്, 800-92 എന്ന് പറഞ്ഞ നമ്പർ. അവരെ വിളിച്ച് ഇൻഫോം ചെയ്യാം, ലൊക്കേഷൻ പറയുക. അപ്പോൾ അവർ തന്നെ ചോദിക്കും എന്തെങ്കിലും ആംബുലൻസ് വിടണോ, എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടോ, സീരിയസ് ആണോ, നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണോ എന്ന് അവരിങ്ങോട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് അപ്ഡേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ഞങ്ങൾ ആളെ വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആളെ വിടും. അതായത് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് റിപ്പോർട്ടിംഗ് ടീം വരും, ഒരു പോലീസ് വണ്ടി പോലെ തന്നെ സൈറനെല്ലാം വെച്ചിട്ടുള്ളത്. അവർ വന്നിട്ട് നമ്മുടെ രണ്ട് കൂട്ടരുടെ മിസ്റ്റേക്സ് കണ്ടിട്ട് അവരൊരു പേപ്പർ തരും. ഓക്കെ, സോ ദേ വിൽ എക്സാമിൻ ദി സിറ്റുവേഷൻ. അവർ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് എന്തുണ്ടായെന്ന് രണ്ട് കൂട്ടരോടും ചോദിച്ചറിഞ്ഞ് അതിനുശേഷം അവരൊരു റിപ്പോർട്ട് തരും. അതിൻ്റെ ബേസിസിലാണ് നമുക്ക് വണ്ടി റിപ്പയറിങ്ങിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞാൻ അതേ റൈറ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്തു, മറ്റേ വണ്ടി നേരെ അവരുടെയും റൈറ്റ് സൈഡിലായിട്ട് അവരും പാർക്ക് ചെയ്ത് വെച്ചു. ഞങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചു. ഞാൻ വിളിച്ചത് അവരെ ഐ തിങ്ക് ഓൾമോസ്റ്റ് 7:16 ആ ഒരു ടൈമിൽ 7:15 ഞാൻ അവർ വിളിക്കുന്നത്. വിത്തിൻ 20 minutes അവരെത്തി. മാക്സിമം 15 to 20 minutes ഉള്ളിൽ തന്നെ അവർ ആക്സിഡൻറ്റ് റിപ്പോർട്ടിംഗ് ടീം അവിടെ എത്തി. അവർ വന്നിട്ട് നമ്മളോട് രണ്ട് കൂട്ടരോടും ചോദിച്ചു എന്താണ് റാഫിഡ് RAFID ആക്സിഡൻറ്റ് യൂണിറ്റ്, അങ്ങനെയാണ് ഇതിൻ്റെ പേര് കേട്ടോ, റാഫിഡ് ആക്സിഡൻറ്റ് യൂണിറ്റ്. അപ്പോൾ അവർ വന്നു, പോലീസ് ഓഫീസർ വന്നു, സലാം പറഞ്ഞു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാനാണ് വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ID ആദ്യം രണ്ട് കൂട്ടറിന് മേടിച്ചു, ഈ ഡ്രൈവിംഗ് ലൈസൻസ് മേടിച്ചു.
എന്നിട്ട് അവരത് നോക്കിയിട്ട് ചോദിച്ചു, ഓക്കെ ആരരുൺ എന്നെ വിളിച്ചു, ഓക്കെ എന്തുണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ റൈറ്റ് ആയിരുന്നു, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് കയറി. ഓക്കെ, അപ്പോൾ അവർ വന്നിട്ട് എൻ്റെ ബാക്കിൽ ഇടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റാളും വിളിച്ച് എന്തുണ്ടായെന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു ആളിങ്ങനെ വന്നു, ആളവിടെ ബ്രേക്ക് ഇടിച്ച് നിർത്തി എന്ന് പറഞ്ഞു. ബട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് തട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ രണ്ട് കൂട്ടരുടെയും സംസാരങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ ഫ്രീ റൈറ്റിൽ നിന്ന് വരുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വണ്ടി റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് തരുമ്പോൾ യു ഷുഡ് സ്റ്റോപ്പ്, അവരുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു നോൺ ഫോൾട്ടി പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം ക്ലിയറും, ഫോൾട്ടി പേപ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റിന് കാരണക്കാരായത് അവരുമാണ്. അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആകുമ്പോൾ എൻ്റെ ഒരു ഐഡിയ ഞാൻ പറയുവാണ്, ഫോൾട്ടി പാർട്ടിയുടെ ഇൻഷുറൻസ് നമ്മുടെ വണ്ടി നന്നാക്കി തരണം. ഓക്കെ, അപകടം ചെയ്ത ആളാണല്ലോ ഫോൾട്ടി, അപ്പോൾ ആളുടെ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ വണ്ടി ശരിയാക്കി തരണം. ഫുൾ കവർ ആണെങ്കിൽ ഞാനിപ്പോൾ കൺഫേം ആയിട്ടില്ല, ഞാനിപ്പോൾ ഓൾറെഡി മെസ്സേജ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക്. പോലീസും എന്നോട് പറഞ്ഞത് നിങ്ങളുടെ വണ്ടി ഫുൾ കവർ ആയതുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനീനെ കോൺടാക്റ്റ് ചെയ്താൽ അവരാണ് നിങ്ങളുടെ വണ്ടി റിപ്പയർ ചെയ്ത് തരാമെന്ന്. എൻ്റെ വണ്ടി ഓൾറെഡി ഫുൾ കവർ ഇൻഷുറൻസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ അവർ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളോട് ഈ ആക്സിഡൻറ്റ് റിപ്പോർട്ട്, ഈ ഡോക്യുമെൻ്റ് പോലീസ് തരുന്നത്, അത് അവിടെയൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. നമ്മുടെ ID മേടിക്കുന്നു, അവരിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അപ്പോൾ തന്നെ അവർ റിപ്പോർട്ട് ഇടുന്നു, നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൾട്ടി പേപ്പറാണോ നോൺ ഫോൾട്ടി പേപ്പറാണോ അതിൻ്റെ ആക്സിഡൻറ്റ് റിപ്പോർട്ട് ഇതെങ്ങനെ ഒരു പേപ്പർ കിട്ടും. ഓക്കെ, ഇതിലെല്ലാ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും, വണ്ടിയുടെ ഡീറ്റെയിൽസ്, ഉണ്ടായ സ്ഥലം എന്താണ് എവിടെയാണെന്നൊക്കെ. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞത് എന്താണ് ഇൻവെസ്റ്റിഗേഷൻ പേപ്പർ കൊടുക്കുക, പിന്നെ നമ്മുടെ വണ്ടിയുടെ മുൽക്കിയ, അതായത് വണ്ടിയുടെ RC, പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതെല്ലാം അയച്ചു കൊടുത്തു. ഇനി അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അവർ പറയും ഏത് വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകേണ്ടത്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ടൊയോട്ടയിൽ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്, ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കുക. അങ്ങനെ ഒരു സാഡ് മൊമെൻറ്റ് എന്ന് പറയാം. എനിക്ക് ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി, ഇനി അത് റിപ്പയർ ചെയ്ത് കിട്ടുമ്പോൾ എങ്ങനെയാവും അതിൻ്റെ കണ്ടീഷൻ, സെയിം പഴയ പോലത്തെ സ്റ്റോക്ക് കണ്ടീഷനിൽ കിട്ടും, അങ്ങനെ ഒരു ടെൻഷനാണ്, നല്ല വിഷമം. എന്തായാലും നോക്കാം. ഇനി ഞാൻ അടുത്ത വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് പ്രൊസീജിയർ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ അങ്ങനെ ഗായ്സ്, ഇന്ന് നമ്മുടെ വണ്ടി മാറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ആക്സിഡൻറ്റ് പറ്റിയ കാര്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഷുറൻസിനെ കോൺടാക്റ്റ് ചെയ്തു. ഇൻഷുറൻസ് കോൺടാക്റ്റ് ചെയ്ത പ്രകാരം അവർ നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഗ്യാരേജുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഉള്ളതിലേക്ക് നല്ല ബെസ്റ്റ് ഗ്യാരേജ് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. സ്റ്റാർ റേറ്റിംഗ് നോക്കി, ഗൂഗിൾ റിവ്യൂ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്യാരേജിൽ ഇന്ന് വണ്ടി കൊണ്ടിട്ടു. അപ്പോൾ വണ്ടി കൊണ്ടിട്ടപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു 4 വർക്കിംഗ് ഡേയ്സ് അവർ പറഞ്ഞിട്ടുള്ളത് ടോട്ടലി അവർക്ക് ഡെൻറ്റ് ക്ലിയർ ചെയ്യാനും കാര്യങ്ങളും. അപ്പോൾ ഞാനൊരു ബുദ്ധി കളിച്ചു, ആ അത് ക്ലിയർ ചെയ്യണതിൻ്റെ ഒപ്പം ഒരു ചെറിയ 1-2 ടച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് കഴിച്ച് കുട്ടപ്പനായിട്ട് അങ്ങോട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. വണ്ടി ഓൾറെഡി ഡെൻറ്റിങ് പെയിൻറ്റിങ്ങിനായിട്ട് വർക്ക്ഷോപ്പിലിട്ടിരിക്കുകയാണ്. 4 ദിവസം കഴിഞ്ഞിട്ട് ഇനി വണ്ടി കിട്ടും. അപ്പോൾ വണ്ടി കിട്ടുമ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എങ്ങനെയുണ്ട് നമുക്ക് റിയാക്ഷനും കാര്യങ്ങളും അപ്പോൾ കാണാം. ഓക്കെ, ഇവിടുത്തെ പ്രൊസീജിയർ ഇതാണ്. നമുക്ക് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര വേഗം നമ്മുടെ ഇൻഷുറൻസ് കമ്പനീനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും എന്താ ചെയ്യേണ്ടതെന്നത്. നമ്മളോട് പറഞ്ഞത് ആ ലിസ്റ്റ് ഓഫ് വർക്ക്ഷോപ്സ് തന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ നിയറസ്റ്റ്, ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അവിടേക്ക് വണ്ടി കൊണ്ടുപോകാം. അവിടെ പോയി കഴിഞ്ഞാൽ വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. ഇന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം മുൻപേ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടു. അപ്പോൾ അവർ പറയും ഇന്ന ദിവസം വരാൻ പറയും. അത് പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി ഒരു സർവേ എടുക്കും. സർവേ എടുത്തു കഴിഞ്ഞാൽ അത് പാസ്സാവണം. അതായത് ഇന്നിപ്പോൾ സർവേ എടുത്താൽ മിക്കതും മോസ്റ്റ് പ്രോബബ്ലി അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കിട്ടും. അങ്ങനെ അവർ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമ്മളോട് പറയും ഇന്ന ദിവസം വണ്ടി കൊണ്ടുവന്നിടാൻ. അങ്ങനെ എൻ്റെ സർവേ വെള്ളിയാഴ്ച എടുത്തു. അവർ വെള്ളിയാഴ്ച ഈവനിങ് ആകുമ്പോഴേക്കും എന്നെ വിളിച്ച് പറഞ്ഞു ഓക്കെ ആയിട്ടുണ്ട്, മൺഡേ കൊണ്ടുവന്ന് വണ്ടി ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മൺഡേ വണ്ടി കൊണ്ടിട്ടു. ഇനി വണ്ടി പണി കഴിഞ്ഞിട്ട് കിട്ടട്ടെ, സെറ്റാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം, വെയിറ്റ് ചെയ്യുക, കട്ട വെയിറ്റിംഗ്. ചെക്കനെ അവിടെ വർക്ക്ഷോപ്പിലിട്ട് വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് വരാമെന്നൊക്കെ. അങ്ങനെ സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ പാൻറ്റേനെ സെറ്റാക്കി കിട്ടി. പെയിൻറ്റിങ് കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് വീഡിയോ എടുത്തിട്ട് ഇടാൻ പറ്റിയില്ല, കാരണം അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തില്ല.
ബട്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല. ആ പണി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. സത്യമായിട്ടും അന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു റിലാക്സ് മോഡിലേക്ക് എത്തി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. കണ്ടോ, സാധനം ഇവിടെ പറ്റിയത് കാണുന്നുണ്ട്, അറിയുന്നില്ലല്ലോ. ദൈവം അനുഗ്രഹിച്ച് വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഫുള്ള് ക്ലിയറായി. ഞാൻ വിചാരിച്ചത് ഇത് ഈ ഒരു ബെൻഡൊന്നും കിട്ടില്ല എന്നാണ് കേട്ടോ. ഈ ഒരു കട്ട് കണ്ടില്ലേ, ഇത് കിട്ടില്ല ഞാൻ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ നല്ല ടെൻഷനാണ്. വണ്ടി കിട്ടും എന്ന് പറഞ്ഞ ദിവസം ഞാൻ അവനെ 2-3 പ്രാവശ്യം ഞാൻ അവനെ 3 പ്രാവശ്യം വിളിച്ചിട്ട് ചോദിച്ചു, ആ വണ്ടി ശരിയായിട്ടില്ലേ, ശരിക്കും ശരിയായിട്ടില്ലെന്ന്. അവൻ പറഞ്ഞു സാറ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നു, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ചെറുക്കനെ പാണ്ഡുവിനെ പഴയ രീതിയിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി നമ്മൾ സെറാമിക് ചെയ്യാനായിട്ട് 3M നമ്മൾ ഓൾറെഡി സെറാമിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി ഒരു റീകോട്ട് ചെയ്യണം. അത് 3 ഇയർ നമുക്ക് ടോപ്പപ്പ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ളതും കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആക്സിഡൻറ്റ് പറ്റിയ റീപെയിൻറ്റ് ചെയ്ത സ്ഥലം ഒന്നും കൂടി ഒന്ന് ടോപ്പപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെയും നമ്മൾ ചെറിയൊരു ടച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കിലും ആ 2 സ്ഥലവും ഒന്ന് പുതിയൊരു സെറാമിക്കും കൂടി ചെയ്യുമ്പോൾ ഉഷാറാവും. അപ്പോൾ ഇപ്പോൾ സെറാമിക്കിന് വണ്ടി കൊണ്ടുവന്നിട്ടു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒറ്റ ദിവസം ഇവിടെ എടുക്കും. അവിടെ ഒരു 4 ദിവസം ഞാൻ അവിടെ പറഞ്ഞ ടൈം എടുത്തോ, നിങ്ങൾ ടൈം എടുത്തിട്ടായാലും വൃത്തിയായിട്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു 3-4 ദിവസം എടുത്തു. എന്നാലും കുഴപ്പമില്ല, വണ്ടി പഴയ രീതിയിൽ തന്നെ നമ്മുടെ പാണ്ഡുവിനെ കിട്ടി. അപ്പോൾ ഇനി സെറാമിക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. സോ അങ്ങനെ ഗായ്സ്, നമ്മുടെ വണ്ടി ഓൾറെഡി സെറാമിക് എല്ലാം കഴിഞ്ഞു, സൂപ്പറായിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. വീഡിയോ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അവിടെ കുറച്ച് കസ്റ്റമറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര തിരക്കിലായിരുന്നു. അന്നേരം എനിക്ക് ആ ഷോപ്പിൻ്റെ മുൻപിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതായത് സെറാമിക് ചെയ്ത ഷോപ്പ്, സെറാമിക് സൂപ്പറായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് നമ്മുടെ വിഷമം, അതായത് എനിക്ക് വണ്ടി തട്ടി ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഹാപ്പി ആവത്തക്ക രീതിയിൽ അവർ ഫുള്ള് കവറിങ് ഉഷാറാക്കി ചെയ്തു തന്നു. രണ്ടാമത് ഭയങ്കര പെർഫെക്ഷനിലും ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ ആ സെറാമിക് ചെയ്ത 3M ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാണ്ഡേരെ ആക്സിഡൻറ്റ് കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അന്ന് ഇപ്പോൾ ഈ കണ്ണാട വെച്ചിരിക്കുന്നത് സ്റ്റൈലിനാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കുമായിരുന്നു. എനിക്ക് അങ്ങനെയാണ്, വണ്ടിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാവും, സങ്കടമാവും. പിന്നെ അത് എങ്ങനെയെങ്കിലും റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ എക്സാക്ട്ലി ഇനിയിപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞ് അവർ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് പ്രോപ്പറാക്കി കിട്ടിയിട്ടുള്ള ആ ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം. ഐ എം റിയലി ഹാപ്പി. കണ്ടോ, ഇവിടെയായിരുന്നു നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നത്. ആ ഷോപ്പുകാരത് പെർഫെക്റ്റ്ലി അത് എടുത്തു. അത് എന്താ പറയുക, ആ ഒരു കറക്റ്റ് ലൈൻ അടക്കം പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയായിരുന്നു. കണ്ട, ഈ ഒരു ഏരിയയിലായിരുന്നു, ഇതായിരുന്നു ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ഫസ്റ്റ് വീഡിയോയുടെ ബിഗിനിങ് കണ്ടവർക്ക് മനസ്സിലാവും. ഇത് പ്രോപ്പർലി എടുത്ത് ഈവൻ എൻ്റെ ലിപ്പ് അടക്കം ഇതിൻ്റെ സ്കേർട്ടിങ് അടക്കം പ്രോപ്പറായി ചെയ്ത് അതിവിടെ പ്രോപ്പർ ഗ്ലൂ ചെയ്ത് തന്നു. ആ വർക്ക് ചെയ്തു വരുന്നവരും ഭയങ്കര പെർഫെക്ഷനിൽ ചെയ്തു തന്നിട്ടുണ്ട്. അവരും എൻ്റെ ആ ഒരു വിഷമം അവർക്ക് മനസ്സിലായി. ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഭയങ്കര, എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് പ്രശ്നം പറ്റിയ പോലെയായിരുന്നു, ഒരു അപകടം പറ്റിയ പോലെ. എനിക്ക് അങ്ങനെയാണ്, ഞാൻ യൂസ് ചെയ്യുന്ന ബൈക്കായാലും കാറായാലും നാട്ടിലത്തെ വണ്ടി ആയാലും ഭയങ്കര വിഷമമാവും. അപ്പോൾ അവർ പറഞ്ഞു, സാറിൻ്റെ മുഖം കണ്ടപ്പോഴും സാറിൻ്റെ വർത്തമാന രീതികളോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ സ്പെഷ്യലി പെയിൻറ്റിങ് ടീമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം എടുത്തിട്ടായാലും നല്ല വൃത്തിയിൽ ചെയ്തു തരണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ വാക്ക് പാലിച്ചു. അല്ല മാമു, വണ്ടി ഇപ്പോൾ സെറ്റിൽ, Honda is back with full power. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു ആക്സിഡൻറ്റ് UAE സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളെന്ന് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയും വേഗം ആ ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്തെ പെട്ടെന്ന് സൈഡാക്കുക. സീരിയസ് ഇഞ്ചുറികൾ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതായത് കാഷ്വാലിറ്റീസും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, കാഷ്വാലിറ്റി ഉണ്ടെങ്കിൽ പോലീസിനെ വിളിക്കണം. അപ്പോൾ അവർ വന്നിട്ട് ആംബുലൻസ് കാര്യങ്ങളെല്ലാം വന്നിട്ട് ബാക്കി പ്രൊസീജിയർ നടക്കും. മൈനർ ഇതേപോലത്തെ ആക്സിഡൻറ്റ്സ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിലത്തെ ഷാർജയിലാണെന്ന് വെച്ചാൽ അവരുടെ ആക്സിഡൻറ്റ് കെയർ നമ്പർ ഉണ്ട്, അതിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് അവർ വന്നിട്ട് റിപ്പോർട്ട് കിട്ടും. അല്ല, ഇരു കൂട്ടരും തമ്മിലൊരു അതായത് നമ്മളൊരു ധാരണയിൽ എത്തുക എന്ന് വെച്ചാൽ അവരൊരു ആപ്പുണ്ട്, ആപ്പിൽ കയറിയിട്ട് നമ്മൾ ആക്സിഡൻറ്റ് സംഭവിച്ച ഡീറ്റെയിൽസ് എല്ലാം എഴുതി മെൻഷൻ ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കിട്ടും.
ഓക്കെ, റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ നമുക്ക് റിപ്പയറിങ് സാധ്യമാവുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആക്സിഡൻറ്റ് പറ്റുമ്പോൾ നമ്മൾ അവർ വിളിച്ചു, ആക്സിഡൻറ്റ് കെയർ ടീമിനെ വിളിച്ചു. അവർ വന്നിട്ട് ഇവിടെ ഒരു ടീമിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ, ഒരു ടീമിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടാവും, ഒരു ടീം ഇത് അപകടം വരുത്തി വെച്ച ടീമാവും. അപ്പോൾ ഇൻഷുറൻസ് അക്കോർഡിംഗ്ലി ആണ് കവറാവുക. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയ ടീമുകൾക്ക് തേർഡ് പാർട്ടി ആണെന്ന് വെച്ചാൽ അവർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടൊക്കെ റിപ്പയർ ചെയ്യേണ്ടി വരും. ഫുൾ കവർ ഉള്ളവർക്ക് അവരവരുടെ ഇൻഷുറൻസ് അത് കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഉണ്ടായ കാര്യം പറയാം, ആക്സിഡൻറ്റ് സംഭവിച്ചു, 2 വണ്ടി അവിടെ സൈഡാക്കി, ആക്സിഡൻറ്റ് കെയറിനെ വിളിച്ചു, അവർ വരുന്നു, റിപ്പോർട്ട് തന്നു. നമുക്ക് ഗ്രീൻ പേപ്പർ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടായില്ല. നമ്മൾ ആ ഗ്രീൻ പേപ്പറായിട്ട് നമ്മുടെ ഇൻഷുറൻസ് കമ്പനീനെ കോൺടാക്റ്റ് ചെയ്തു. അവർ നമ്മളോട് ടോക്കിയോ എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ആയിരുന്നു നമ്മുടെ ടോക്കിയോ മെറീൻ എന്ന് പറഞ്ഞിട്ട്, നല്ല ഇൻഷുറൻസ്, ബെസ്റ്റ് ഇൻഷുറൻസ്. അതിൻ്റെ കാര്യം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അവർ ഇൻഷുറൻസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു. അവരപ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും വണ്ടിയുടെ മുൽക്കിയ ആ കാർഡും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് അതിൽ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് ഇമെയിൽ അയച്ചു. ഒരു ലിസ്റ്റ് ഓഫ് വർക്ക്ഷോപ്സ് തന്നു. അതിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിലേക്ക് നമ്മുടെ വണ്ടി മുൽക്കിയ ലൈസൻസ് ഈ പോലീസ് റിപ്പോർട്ടായിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മലയാളി തന്നെയായിരുന്നു കൗണ്ടറിൽ. അയാളായിട്ട് സംസാരിച്ചു, ഫോൺ വിളിച്ചിട്ടാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയി. അവർ വണ്ടിയുടെ എല്ലാ ഫോട്ടോസും എടുത്തു. ഫോട്ടോസ് എടുത്തതിന് ശേഷം അത് അവർ അപ്രൂവലിന് വിട്ടു. അപ്രൂവൽ കിട്ടി, ഈ സെയിം ഡേ തന്നെ എനിക്ക് അപ്രൂവൽ ഈവനിങ് കിട്ടി. പക്ഷേ ഞാൻ വണ്ടി ഇങ്ങോട്ട് ഓടിക്കാൻ പറ്റുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ വണ്ടി കൊണ്ടുവന്നു. അവർ പറഞ്ഞു നെക്സ്റ്റ് ഡേ വണ്ടി കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ വണ്ടി കൊണ്ടുപോയിട്ട് അവർക്ക് ഡെലിവറി കൊടുത്തു. ഒരു 4 ഡേയ്സ് എടുത്തു. അവർ വൃത്തിയായിട്ട് ചെയ്തു. 4-5 ഡേയ്സ് എടുത്തു. നമുക്ക് വണ്ടി കിട്ടി. നമ്മൾ പേപ്പർ അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സിൽ സൈൻ ചെയ്ത് കൊടുത്തു. ഈ ഇൻഷുറൻസ് അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തു ആ ഇൻഷുറൻസിൽ കിടക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തിട്ടാണ് നേരെ നമ്മൾ സെറാമിക് ചെയ്യാൻ പോയത്. അപ്പോൾ എനിക്ക് ഓൾറെഡി 3 ഇയറിൻ്റെ പാക്കേജ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടോപ്പപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ 1 ഇയർ കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പപ്പ് അവർ ചെയ്തു. ഓൾറെഡി നല്ല രീതിയിൽ ഒരു പ്രോപ്പർ സെറാമിക്കും ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് വളരെ നല്ലതാണെന്ന് പറയാൻ കാരണം ക്വിക്ക് റെസ്പോൺസാണ് അവർക്ക് വിളിച്ച് സംസാരിച്ച് ഒരു ലിസ്റ്റ് അയച്ചെന്ന് സ്ഥലപ്പെടാം. സെയിം ഡേ തന്നെ എനിക്ക് അവർക്ക് സർവേ എടുക്കാൻ കൊണ്ടുപോകാൻ പറ്റി. പിന്നെ നെക്സ്റ്റ് മെയിൻ പ്ലസ് കണ്ടത്, എനിക്ക് റെൻറ്റിന് കാർ അടക്കം കിട്ടും. ഞാൻ വണ്ടി എടുത്തില്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. റെൻറ്റിന് കാർ അടക്കം നമുക്ക് അവർ തരാൻ റെഡിയായിരുന്നു. നമുക്ക് അവിടെ നമ്മൾ ഈ വണ്ടി ഡ്രോപ്പ് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ അവർ റെൻ്റ് കാർ കൊണ്ടുവന്നെത്തിക്കും. അപ്പോൾ നല്ലൊരു ഇൻഷുറൻസ് തന്നെയായിരുന്നു. പിന്നെ എന്തായാലും നമ്മുടെ പാൻറ്റേനെ തിരിച്ച് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, സൂപ്പർ നീ എന്താ ചേർക്കണേ. ഞാൻ ലാൻഡ് ക്രൂസറാണ് യൂസ് ചെയ്ത് പറഞ്ഞത്, എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു. ബട്ട് അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മുടെ പാൻറ്റ കയ്യിൽ നിന്ന് ഇല്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം വന്നു കഴിഞ്ഞാൽ അതൊന്നുമല്ല, നമുക്കൊരു പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വണ്ടി ഉണ്ടാവില്ല. എന്താടി കളിയാക്കണേ. ആ വണ്ടി പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. ഞാൻ ഇവനെ വർക്ക്ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കുറേ സോറിയൊക്കെ പറഞ്ഞു, സംഭവിച്ച് പോയിടാ, നീ ക്ഷമിക്കുക. എൻ്റെ വണ്ടിയോട്, എൻ്റെ പാൻറ്റേനോട്, അല്ലാതെ വേറെ ആരോടാ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിച്ചു പോയി, നമുക്ക് വണ്ടി അവിടെ നീ 2 ദിവസം കിടക്കുക, ഒരു 4 ദിവസം 5 ദിവസത്തിന്. ഞാൻ പറഞ്ഞു 2 ദിവസം വണ്ടി ഞാൻ അവിടെ ഇട്ടത്, അതിൻ്റെ പിണക്കത്തിലൊക്കെയാണ് ഞാൻ സംസാരിച്ച് തീർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു 2 ദിവസം അവിടെ കിടക്കുക, നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോൾ എന്ത് സന്തോഷമാണ് എനിക്ക്. അങ്ങനെ ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ്. അന്നുണ്ടായിരുന്ന വിഷമമൊക്കെ മാറി, ഇപ്പോൾ ഫുൾ പവറായി. അപ്പോൾ ഇനി അങ്ങനെയായിട്ട് നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ ഇടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ ആക്സിഡൻറ്റ് ഉണ്ടായി എന്ത് ചെയ്യണം, എങ്ങനെയുണ്ട് എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയ ഇൻഫർമേഷനൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, ഈ സെറാമിക് ചെയ്ത കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആർക്കാണോ ആവശ്യം, ബെസ്റ്റ് വർക്കാണ് അവർ ആ ഡീറ്റെയിൽസ് അയച്ചത്. ബെസ്റ്റ് വർക്ക് കാരണം എൻ്റെ ഈ പേൾ വൈറ്റ് ആണ് എൻ്റെ കളറ്. ആ കളറ് മാച്ച് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഫുൾ പെയിൻറ്റ് ചെയ്യുന്നില്ലല്ലോ. ആ ചെയ്ത ഭാഗം അവർ പ്രോപ്പറായിട്ട് ചെയ്ത് നല്ല മാച്ചിങ്ങിൽ എടുത്തിട്ടുണ്ട്. ഇല്ലുമോ അവൾക്കൊക്കെ അവിടെ കണ്ടുപിടിക്കാനും കൂടി പറ്റില്ല ഇനി ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ല പെർഫെക്ഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ഇനി ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇത് മറക്കരുത് പ്ലീസ്. ഓക്കെ, ഇങ്ങനെ വിഷമത്തിലൊരു വീഡിയോ ഇട്ടേ എനിക്കൊരു ലൈക്കും വേണം, ഷെയറും വേണം. ഒരു ലൈക്ക് 2 പ്രാവശ്യം ലൈക്ക് എടുത്തതാണ് ലൈക്ക് ഔട്ടാ. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. Bye.